ഹലോ, എല്ലാവർക്കും നമസ്കാരം. അമ്മുക്കുട്ടിയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മടിവാളയിലാണ്. മടിവാളയിൽ നിന്ന് കോറമംഗലയിലേക്ക് നടന്നു പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ഡീപ്പായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഇന്നിപ്പോൾ പബ് ഡേ ആണ്. പബ് ഡേ എന്ന് പറയുമ്പോൾ പബ് ഡേ എന്ന് പറഞ്ഞാൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇങ്ങനെ എല്ലാവരും ഈ IT കമ്പനിക്കാരൊക്കെ ഉണ്ടാവില്ലേ, വലിയ വലിയ ജോലിക്കാർ. അപ്പോൾ അവർക്കൊക്കെ റെസ്റ്റ് കിട്ടുന്ന ദിവസം. അപ്പോൾ ഇവിടെ പബ്ബൊക്കെ ആക്റ്റീവ് ആവുന്ന ദിവസം. ഓക്കെ, അപ്പോൾ അവരങ്ങോട്ട് പോവും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, നല്ല റിച്ച് ആയിട്ടുള്ള ടീംസിനൊക്കെ. അപ്പോൾ അന്ന് ട്രാഫിക്ക് പൊതുവെ ഭയങ്കര കൂടുതലായിരിക്കും, കാരണം ഈ റിച്ച് ടീംസൊക്കെ അവരവരെ കാറിലൊക്കെ ആയിരിക്കും ഇറങ്ങുക. ബാക്കിയുള്ള ദിവസങ്ങൾ അവർ ഫുൾ ജോലി തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ട്രാഫിക് അല്പം കൂടുതലാണ്. ഈ ഏരിയ നിങ്ങൾ നോക്കണ്ട, കാരണം ഇതിൻ്റെ അപ്പുറത്തെ ഏരിയ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ഞാൻ വന്ന വഴിയൊക്കെ നമ്മൾ BMTC ഒക്കെ പോകുന്നുണ്ട് ബസ്. ഞാനിപ്പോൾ നടന്ന് പോകാൻ നിൽക്കുന്ന മടിവാളയിൽ നിന്ന് ഞാൻ കോറമംഗലയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ കോറമംഗലയാണ് ബാംഗ്ലൂർ മെയിനായിട്ടുള്ള ഒരു പബ് സ്പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകുന്നവർക്ക് പോവാം, ഇതവരവരുടെ ഇഷ്ടം. പക്ഷേ കുറച്ച് കച്ചറ ഏരിയ, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഏതായാലും പോകുന്നില്ല. നമുക്ക് മാളിലിരിക്കാം. നെക്സസ് മാളുണ്ട് കോറമംഗലയിൽ. അപ്പോൾ നെക്സസ് മാളിൽ ഇരുന്നാൽ ഈ പബ്ബിലേക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും കാണാൻ പറ്റില്ലെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ മാളിലേക്ക് എത്താനായി. ഇതിവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ KBS ബസ് ഉണ്ടല്ലോ, KBS. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഉണ്ടായ സ്ഥലമാണ്. ഇപ്പം അത് മാറ്റി ഇരുട്ടുള്ള സ്ഥലമായി. നമ്മുടെ സ്ഥലം എത്താനായിട്ടോ, നെക്സസ് മാള് എത്താനായി. മുന്നേ അത് ഫോറം മാളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് സ്ഥാപിച്ച സമയത്ത്. അതായത് ബാംഗ്ലൂരിൽ തന്നെ ഫസ്റ്റ് മാളാണ് നമ്മുടെ ഫോറം മാൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് നെക്സസുകാരെടുക്കുകയും നെക്സസ് മാളായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഭയങ്കര മഴയുണ്ടായിരുന്നു രാവിലെ. ഒരു 12 മണി തൊട്ടിട്ട് ബാംഗ്ലൂർ ഭയങ്കര മഴയാട്ടോ ഉണ്ടായത്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, അന്നേരം മഴ തുടങ്ങിയതാണ്. പിന്നെ നിന്നിട്ടേ ഇല്ല. ഇനിയിപ്പാണ് കുറച്ചൊരു ആശ്വാസം. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള വണ്ടിയൊക്കെ ഉണ്ടാവില്ലേ, മീൻസ് കേരളത്തിലേക്കുള്ള വണ്ടികളൊക്കെ, ലോങ് ബസ്, സ്ലീപ്പർ, സീറ്റ് ബസ്, സെമി സ്ലീപ്പർ ബസ്സൊക്കെ പോകുന്ന സമയം കേട്ടോ. അപ്പോൾ നമുക്ക് സിൽക്ക് ബോർഡ് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സിൽക്ക് ബോർഡൊക്കെ ഇപ്പം നിറച്ച ആൾക്കാരായിരിക്കും കേട്ടോ. ഇന്ന് സൺഡേ ആണെങ്കിൽ പോലും ആൾക്കാർ ഇത്ര അധികം ഉണ്ടോയെന്ന് നമ്മൾ വിചാരിക്കും, കാരണം അത്ര ആൾക്കാരുണ്ടാവും. സൺഡേ മാത്രമല്ല, എല്ലാ ദിവസവും. പിന്നെ ആ കാണുന്ന ഇതാണ് നമ്മുടെ നെക്സസ് മാൾ കേട്ടോ. ആ കാണുന്നത് ആ നെക്സസ് മാൾ. നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. റോഡ് കടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് കുറേ എന്താ പറയുക, നിറച്ചും മലയാളികളാട്ടോ. നമ്മൾ ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തൊടുന്നത് എല്ലാവരും മലയാളികളായിരിക്കും. അങ്ങനെയാണ് ഇവിടെ മലയാളികൾ തന്നെ ഇവിടെ വന്നിട്ട് പബ്ബിൽ പോകുന്നതും കളിക്കുന്ന കളിയൊക്കെ കാണണം ഗൈസ്. പെറ്റതുള്ള സഹിക്കില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാളുടെ സ്വാതന്ത്ര്യമല്ല, അവർക്ക് ഇഷ്ടമില്ല പോലെ ചെയ്യാത്ര തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് കിടക്കാം, നമുക്ക് മാളിലേക്ക് പോവാം, മാളിലെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ മുറിച്ചടകൽ കുറച്ച് പ്രയാസമാണ്, കാരണം ഇവിടെ മറ്റേ ലൈനൊന്നുമില്ല, സീബ്ര ലൈന് കാര്യങ്ങളൊന്നുമില്ല. തോന്നുപോലെ കടക്കും, അങ്ങനെ തന്നെ. അല്ല പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ചെറിയ റോഡാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് വണ്ടി വരും. പിന്നെ സിഗ്നൽ ഓഫ് ആവുന്ന സമയത്ത് നമ്മൾ അങ്ങ് കയറി പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ നെക്സസ് മാൾ. ഏറ്റവും കൂടുതൽ മലയാളികൾ ഉണ്ടാകുന്ന മാളാട്ടോ നെക്സസ് മാള്.
നമുക്ക് എന്തായാലും നമുക്ക് റോഡ് മുറിച്ച് കിടക്കണം. റോഡ് മുറിച്ച് കിടക്കാം ഗൈസ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ ദയവേദിട്ട് ഓട്ടോറിക്ഷക്കാരോട് നിങ്ങൾ അറിയാതെ ഒന്നും ചെയ്യരുത്. കാരണം അവർ 10 രൂപ പറഞ്ഞാൽ അവർ 50 രൂപ വാങ്ങും. ആദ്യമായിട്ട് വന്ന സമയത്ത് എന്നെ പറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ട്രാഫിക് ഗൈസ്. ഞാൻ മുറിച്ച് കടന്നിട്ട് ബാക്കി പറയാം ഗൈസ്. കണ്ടോ, മുറിച്ചടക്കാൻ ഇവിടെ ക്യൂ ആണ്. അയ്യോ അയ്യോ, ഞാൻ മുന്നിലേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മുറിച്ചടക്കാൻ ഭയങ്കര റിസ്ക്കാണ്. ഒരു ഗ്യാപ്പ് കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ്. ഗൈസ്, ഫൈനലി നമ്മൾ മാളിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് മാൾ, നെക്സസ് മാൾ. ഇന്നിപ്പോൾ അപ്ഡേ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. കാരണം ഒരു രസമാണ്. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഈവനിങ് ഒരു 6 മണിയാകുമ്പോൾ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നിരിക്കുക ഒരു സുഖം. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും